ഇന്ത്യക്കകത്തും വിദേശ രാജ്യങ്ങളിലും വലിയ തലവേദനയാണ് റോഹിംഗ്യ മുസ്ലിങ്ങൾ. അവർക്കെതിരെ ഇപ്പോൾ സുപ്രീം കോടതി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. പണ്ട് കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ചില മനുഷ്യാവകാശ സംഘടനകളെല്ലാം വലിയ നിലവിളിയായിരുന്നു. ഇനി ഈ സുപ്രീം കോടതിയുടെ ഈ നടപടിക്കെതിരെ അവർ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. സുപ്രീം കോടതി അവസാന വാക്കാണല്ലോ ഈ കാര്യത്തിൽ. സുപ്രീം കോടതിയും പറഞ്ഞു കഴിഞ്ഞു, ഇവർ വിദേശികളായ ആൾക്കാരാണ്, ഇങ്ങോട്ടേക്ക് പലതരത്തിൽ നുഴഞ്ഞു കയറുകയും അഭയാർത്ഥി പ്രവാഹവും ഒക്കെ ആയിട്ട് വന്നവരാണ്. അവർ ഭാരതീയ പൗരന്മാരല്ല, ഇന്ത്യൻ പൗരന്മാരല്ല. അതുകൊണ്ട് തന്നെ അവരെ ഇവിടെ നമുക്ക് പാർപ്പിക്കാൻ പറ്റില്ല. അവരെ എവിടെ നിന്നാണോ അവർ വന്നത് അവിടേക്ക് മടക്കി അയക്കുക. നമുക്കറിയാം, ഈ ഡൽഹിയിൽ തന്നെ ഏതാണ്ട് 40,000-ലധികം റോഹിംഗ്യൻ മുസ്ലിങ്ങളുണ്ട്. ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് ആര് ഭക്ഷണം കൊടുക്കും? ഇവർക്ക് ആര് തൊഴിൽ കൊടുക്കും? ഇവരുടെ കുട്ടികളെ ആര് പഠിപ്പിക്കും? അത് ഓരോ കുടുംബത്തിലും, ഒരു കുടുംബത്തിൽ 10-12 പിള്ളേരാണ് ജനിക്കുന്നത്. ഈ കുട്ടികളെയൊക്കെ എങ്ങനെ പോറ്റും? ഇത് എന്തടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്? ഇവിടെ നമ്മൾ തന്നെ ഒരു വലിയ സാമ്പത്തിക ശക്തിയാകാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. നമ്മുടെ രാജ്യത്ത് തന്നെ ദാരിദ്ര്യം എപ്പോഴും പൂർണ്ണമായിട്ട് തുടച്ചു നീക്കിയിട്ടില്ല. അതിദാരിദ്ര്യം തന്നെ വല്ലച്ചാതീനും വളരെ പ്രയത്നിച്ച് നമ്മൾ കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് അതിൽ നിന്നൊന്ന് കരകയറി. ഇപ്പോൾ നമ്മുടെ രാജ്യം വലിയ രീതിയിൽ വികസന കുതിപ്പിലാണ്. അതിൻ്റെ ഇടയ്ക്കാണ് അതിനെ നശിപ്പിക്കാൻ എന്ന വണ്ണം ഇത്തരം അഭയാർത്ഥികളും മറ്റും ഇങ്ങോട്ടേക്ക് കടന്നു കയറുന്നത്. ഇതൊരു തരത്തിലും അനുവദിക്കാൻ പറ്റില്ല. നമ്മുടെ രാജ്യത്തെ ചില മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട്, ചില വക്കീലന്മാരുണ്ട്, പ്രശാന്ത് ഭൂഷൺ, അതുപോലെ ഈ കപിൽ സിബിൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അതുപോലെ കോളിൻ ഗോൺസാൽവസ്, ഇവരൊക്കെയാണ് ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ പോലെയുള്ള ഇത്തരത്തിലുള്ള അഭയാർത്ഥികളും നുഴഞ്ഞു കയറിയവരും ബംഗ്ലാദേശിൽ നുഴഞ്ഞു കയറ്റമുണ്ട്. ഈ റോഹിംഗ്യ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് നാം യൂറോപ്പിൽ ഉൾപ്പെടെ കാണുന്നത്, ഇവർ വലിയ രീതിയിൽ ഒരു രാജ്യത്ത് കടന്നു വരികയും പിന്നീട് അവിടെ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. അതുകൊണ്ടാണോ ഇത്തരം സുപ്രീം കോടതി നടപടിയിലേക്ക് പോയിരിക്കുന്നത്? മ്യാൻമാറിൽ നിന്ന് അവിടുത്തെ തദ്ദേശീയരായ ആൾക്കാർ, അത് ഈ റോഹിംഗ്യൻ മുസ്ലിംസ് ഉണ്ട്, ബുദ്ധമതാനുയായികളുണ്ട്, പലരുമുണ്ട്. ഇവർ തമ്മിൽ വലിയ കലാപമുണ്ടായി. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ അങ്ങ് പെറ്റുകൂട്ടുകയാണ് കുട്ടികളെ. ഒരു കുടുംബത്തിൽ തന്നെ, അതായത് ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും 10-ലധികം മക്കളുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ സർക്കാരിന് കൈകാര്യം ചെയ്യാൻ പറ്റും? നമ്മളൊന്ന് ആലോചിക്കണ്ടേ? ഈ ഒരു അച്ഛനും അമ്മയും അധ്വാനിക്കുന്ന, പഴയതുമാതിരി ഇന്ന് കൃഷിയും കാര്യങ്ങളും ഒന്നും അത്ര വ്യാപകമായിട്ട് അവിടെ നടക്കുന്നില്ല. അപ്പോൾ ഈ കുട്ടികളെ, ഈ പ്രസവിക്കുന്ന കുട്ടികളെ വളർത്തണ്ടേ? അവർക്ക് ആഹാരം കൊടുക്കണ്ടേ? നല്ല വിദ്യാഭ്യാസം കൊടുക്കണ്ടേ? അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ അവർക്കൊട്ട് ത്രാണിയുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അവിടുത്തെ വിഭവങ്ങൾ വലിയ തോതിൽ ഇവർക്കായിട്ട് പങ്കുവയ്ക്കേണ്ടി വരുന്നു. അപ്പുറത്ത് ഒരു ബുദ്ധമത വിശ്വാസി, അല്ലെങ്കിൽ ക്രിസ്തുമത വിശ്വാസി, അല്ലെങ്കിൽ ഹിന്ദുമത വിശ്വാസി, അവരുടെ കുടുംബത്തിൽ 2-3 കുട്ടികളെ പരമാവധി ഉണ്ടാവുകയുള്ളൂ. അവരധ്വാനിക്കുന്നതിൻ്റെ ഒരു പങ്ക് ഇവരുടെ ദാരിദ്ര്യം നീക്കാനും ഇവരുടെ ഭക്ഷണത്തിനും ഇവരുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടി കൊടുക്കേണ്ടി വരുന്നു. സ്വാഭാവികമായിട്ടും ജനവിഭാഗങ്ങൾ തമ്മിൽ വലിയ സംഘർഷമുണ്ടാകും. അങ്ങനെ അവിടെ കലാപമുണ്ടായപ്പോൾ അവിടെ നിന്ന് ഒരു നിവൃത്തിയില്ലാതെ ഇങ്ങോട്ടേക്ക് പലായനം ചെയ്തു. എന്തുകൊണ്ട് ഇവർ മറ്റൊരുപാട് മുസ്ലിം രാഷ്ട്രങ്ങളുണ്ടല്ലോ, എന്തുകൊണ്ട് ബംഗ്ലാദേശിലേക്ക് പോയില്ല? എന്തുകൊണ്ട് പാകിസ്ഥാനിലേക്ക് പോയില്ല? ഇവരെന്താണ് ഇന്ത്യയിലേക്ക് വരുന്നത്? അപ്പോൾ ഇവരെ സഹായിക്കാനായിട്ട് ഇത്തരം ഛിദ്രശക്തികൾ ഇന്ത്യക്കകത്തുണ്ട്. അവരുടെ വക്കാലത്തുമായിട്ട് ചിലർ രംഗത്ത് വരും. അവരാണ് സുപ്രീം കോടതിയിൽ പോയത്. സുപ്രീം കോടതി ഇടയ്ക്ക് ഒരു ഉത്തരവ് കൊടുത്തു, ഈ വന്നിരിക്കുന്ന റോഹിംഗ്യകൾക്ക് സർക്കാർ ആശുപത്രിയിൽ സൗജന്യ ചികിത്സ നൽകണം, അതുപോലെ അവരുടെ കുട്ടികളെ സൗജന്യമായിട്ട് സർക്കാർ വിദ്യാലയങ്ങളിൽ പ്രവേശിപ്പിച്ച് പഠിപ്പിക്കണം. ഇവിടെ നമ്മുടെ വിഭവങ്ങൾ നമ്മുടെ രാജ്യത്തുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ പൗരന്മാർക്ക് വേണ്ടിയിട്ടാണ്. ശരിയാണ്, ഒരു ഭൂകമ്പം ഉണ്ടായി അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടായി, നമ്മൾ സഹായിക്കുന്നുണ്ട്. കോവിഡ് വന്നപ്പോൾ നമ്മൾ എത്രയോ രാഷ്ട്രങ്ങളെ സഹായിച്ചു. ഈ മ്യാൻമാറിനും ബംഗ്ലാദേശിനും ഒക്കെ നമ്മുടെ സഹായം കിട്ടിയതല്ലേ? ഏത് ആപത്ഘട്ടത്തിലും നമ്മുടെ രാജ്യം ഇത്തരം പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന ജനതയെ സഹായിക്കാൻ എന്നും നമ്മൾ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പണ്ട് സഹായിച്ചതാണ് തുർക്കിയെ. തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ നമ്മൾ കോടിക്കണക്കിന് രൂപയും മരുന്നും വസ്ത്രവും ഒക്കെ കൊടുത്തു. തിരിച്ചെന്താ കിട്ടിയത്? നമ്മുടെ ശത്രു നമ്മളെ ആക്രമിച്ചപ്പോൾ അവർക്കൊപ്പം ചേർന്ന് നമ്മളെ ആക്രമിക്കുകയാണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇത്തരക്കാരോട് ഈ മാനുഷിക പരിഗണന കാണിക്കുന്നത്? നാളെ ഈ റോഹിംഗ്യകളും ഇതുപോലെ തന്നെ നമ്മളോട് ചെയ്യില്ലേ?
ഇപ്പോൾ തന്നെ അവർ ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയവർ വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുണ്ട്. ഡൽഹിയിലും മറ്റും നടക്കുന്ന പല ക്രൈമുകളുടെയും പുറകിൽ ഇവരുടെ പങ്ക് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പല കേസുകളിൽ ഇവർ അറസ്റ്റിലായി ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ദുരിതങ്ങളെല്ലാം ചുമക്കാൻ സഹിക്കാൻ എന്തിന് തയ്യാറാകണം? സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ്. സുപ്രീം കോടതി വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ നേതൃത്വത്തിലുള്ള 3 അംഗ ബെഞ്ചാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രശാന്ത് ഭൂഷണും ഈ കോളിൻ ഗോൺസാൽവസുമാണ് ഹർജി നൽകിയത് റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി. എന്തോ മഹത്തായ കാര്യം ചെയ്തു എന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞു, അതായത് ഇവർക്ക് ഈ പറയുന്നത് പോലെ വിദേശികളാണെങ്കിൽ അവരെ ഫോറിനേഴ്സ് നിയമപ്രകാരം കേന്ദ്രത്തിന് പുറത്താക്കാം എന്നാണ് സുപ്രീം കോടതി അവസാനം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവരാവശ്യപ്പെട്ടത് എന്താണ്? ഇവർ നൽകിയ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ മ്യാൻമാറിലേക്ക് ഇവരെ മടക്കിവിടാനാകില്ല, ഇവർക്ക് ഭരണഘടനാപരമായ അവകാശമുണ്ട്. എന്ത് അവകാശമാണുള്ളത്? ഈ വിദേശ പൗരന്മാർ ഇവിടെ വന്നാൽ അവർക്ക് വിസിറ്റിംഗ് വിസയിൽ ഇവിടെ വരാം, പഠിക്കണമെങ്കിൽ പഠിക്കാം, അല്ല ചികിത്സ തേടണമെങ്കിൽ ചികിത്സ തേടാം. അതിനൊക്കെ കയ്യിൽ നിന്ന് പണം കൊടുക്കണം. ഇവിടുത്തെ നിയമങ്ങൾ അനുസരിച്ചേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അവർക്ക് ഭരണഘടനാപരമായിട്ട് ഇന്ത്യൻ പൗരന് കൊടുക്കുന്ന എന്ത് അവകാശവും അധികാരമാണ് അവർക്ക് കൊടുക്കേണ്ടത്? ഇനി അവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം കൊടുക്കണോ? അവർക്കും നമ്മുടെ രാജ്യത്തെ നമ്മുടെ പൗരന്മാർ അനുഭവിക്കുന്ന എല്ലാ സുഖസൗകര്യങ്ങളും കൊടുക്കണോ? പട്ടുപരവതാനി വിരിച്ചു കൊടുക്കണോ? ഇവരെന്താ ഉദ്ദേശിക്കുന്ന ഈ അഭിഭാഷകർ? എന്നിട്ട് അവരെ ഇവിടെ പുനരധിവസിപ്പിക്കണം. ഇതൊക്കെയാണ് ഇവരുടെ ആവശ്യം. എന്തായാലും അവർക്കിവിടെ താമസം പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ടാണ് ഈ റോഹിംഗ്യ മുസ്ലിങ്ങൾ വലിയ നമ്മളീ പറയുന്ന പോലെ ആസാമിലും വടക്ക് കിഴക്കൻ അതിർത്തിയിൽ ഇവർ വലിയ രീതിയിൽ കുടിയേറിയിട്ടുണ്ടെന്നേ, നുഴഞ്ഞു കയറിയിട്ടുണ്ട് ഇവർ. ഈ കുടിയേറ്റമല്ല, അഭയാർത്ഥി എന്നും പറഞ്ഞ് കൈകാലിട്ടടിച്ച് ഇങ്ങോട്ട് വന്ന് വലിയ തോതിൽ ഇങ്ങോട്ടേക്ക് കുടിയേറുകയാണ്, നുഴഞ്ഞു കയറുകയാണ്. ഇത് അനുവദിക്കാൻ സാധിക്കില്ല. നമ്മുടെ തന്നെ ഡെമോഗ്രഫി തെറ്റിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ തന്നെ നമ്മൾ 145 കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ്. ഈ 145 കോടി ജനങ്ങളെയും എന്താ പറയുക, തൃപ്തരാക്കിയില്ലെങ്കിലും അതൃപ്തരാക്കാതെയെങ്കിലും കൊണ്ടുപോകണ്ടേ? അതിന് വലിയ സന്നാഹങ്ങൾ ആവശ്യമില്ലേ? നമ്മുടെ സർക്കാരുകൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ ഈ പറയുന്ന പൗരന്മാർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യം വലിയ രീതിയിൽ അടിസ്ഥാന സൗകര്യ വികസനം നേടിക്കൊണ്ടിരിക്കുന്നു. വലിയ രീതിയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. ഇനിയും ഇപ്പോൾ തന്നെ തൊഴിലില്ലായ്മ നമ്മളെ വലയ്ക്കുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാൻ, തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ സർക്കാരും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയും കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസരത്തിലേക്ക് വല്ലച്ചാതിനും പട്ടിണി മാറി 2 നേരമെങ്കിലും ആഹാരം കഴിക്കാൻ നമ്മുടെ പൗരന്മാർക്ക്, ഈ അതിദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്ക് പോലും ആഹാരം കഴിക്കാനുള്ള ഒരു സാഹചര്യം രാജ്യത്ത് ഒരുങ്ങി വന്നിട്ടുണ്ട്. ആ സാഹചര്യത്തെ അട്ടിമറിക്കാനാണ് ഇവരൊക്കെ. അതോടൊപ്പം തന്നെ ഈ റോഹിംഗ്യ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും സമാധാനപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ബുദ്ധമതത്തിലുള്ളവരാണ്. അവരെ പോലും ആയുധമെടുപ്പിച്ച്, അതെ, അവരെ കൊണ്ട് ആയുധമെടുപ്പിച്ച കൂട്ടരാണ് ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല, ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ പിന്തുണയ്ക്കുന്നത് ഇന്ത്യയിൽ ആരാണ്? ഈ പറയുന്നത് പോലെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോലെയുള്ള നിരോധിത സംഘടനകളാണ് ഇവരെ പിന്തുണയ്ക്കുന്നത്. ഇവരെ ഇങ്ങോട്ട് കയറ്റണം എന്ന് വെച്ചാൽ ഇവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ തന്നെ മാറിപ്പോവും. നമ്മുടെ ഈ ഡെമോഗ്രഫി മാറിപ്പോകുന്നതോടുകൂടി ഇവരെ ഇവിടെ ഈ പറയുന്നത് പോലെ ഇവിടെ പുനരധിവസിപ്പിച്ച് ഇവർക്ക് വോട്ടേഴ്സ് ID കാർഡൊക്കെ കൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. ഈ പറയുന്ന പോലെ ബ്രിട്ടനിലും യൂറോപ്പിലും ഒക്കെ കുടിയേറിയവർ, പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഒക്കെ കുടിയേറിയവർ ഇന്ന് അവിടെ എന്തുമാത്രം തലവേദനയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ലോകത്തിന് ഇന്ന് അറിയാം. ജർമ്മനിയിലും മറ്റുമൊക്കെ അവർ നേരിടുന്ന വെല്ലുവിളി ചെറുതല്ല. അമേരിക്ക പോലും ഇതിനെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് അറിഞ്ഞൂടാതെ ഉഴറുകയാണ്. യൂറോപ്പ് പരിപൂർണമായിട്ടും ഈ വെല്ലുവിളി, ഈ പ്രതിസന്ധി ഏതാണ്ട് ആയുധം വെച്ച് കീഴടങ്ങിയ പോലെയാണ്. ബ്രിട്ടനും ഒക്കെ വലിയ രീതിയിൽ, ഫ്രാൻസും ജർമ്മനിയും ഒക്കെ വലിയ വെല്ലുവിളിയാണ് അവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും റോഹിംഗ്യൻ മുസ്ലിങ്ങളെ ഒരു കാരണവശാലും ഇന്ത്യയിൽ പുനരധിവസിപ്പിക്കാൻ സാധിക്കില്ല. അവരെ ഇവിടുന്ന് പുറത്താക്കണം. അത് സുപ്രീം കോടതി കൃത്യമായിട്ട് അതിന് അനുമതി കൊടുത്തിരിക്കുകയാണ്. ഒരു സംശയവും വേണ്ട. അവരെ അതിർത്തി കടത്തി ഈ പറയുന്നത് പോലെ പൗരത്വ രജിസ്റ്റർ അതിർത്തി സംസ്ഥാനങ്ങളിൽ, ആസാം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കിയേ പറ്റൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദേശികളായ ആൾക്കാരെ ഒരു കാരണവശാലും ഇന്ത്യയിൽ തങ്ങാൻ അനുവദിക്കരുത്. അവരെ കൃത്യമായിട്ട് കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിച്ച് അവരെ പുറത്താക്കുക. അവരേത് രാജ്യത്തു നിന്നാണോ വന്നത് അവിടേക്ക് മടക്കി അയക്കുക, അവിടെ കൊണ്ടാക്കുക.
അത് ട്രംപ് പറയുന്നത് തന്നെയാണ് അക്കാര്യത്തിൽ ശരി. അതിനി എന്ത് വംശീയത പറഞ്ഞിരുന്നാലും ശരി, എത്ര വലിയ ദുഷ്ടനാണെന്ന് പറഞ്ഞിരുന്നാലും ശരി, ഒരു രാജ്യത്തിന് അതിൻ്റെ പരമാധികാരം സംരക്ഷിക്കാനുള്ള അവകാശവും അധികാരവും ഉണ്ട്. അത് നമ്മളും ചെയ്യണം എന്ന് തന്നെയാണ് പൊതുവെ ഉയരുന്ന അഭിപ്രായം.